അപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞു, എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സൊക്കെ ഓൾറെഡി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം +2 പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി നമുക്ക് +2 പാസ്സാവാൻ പറ്റും. അപ്പോൾ ഫുൾ A+ ഒക്കെ വാങ്ങണം അല്ലേ, എല്ലാവരെയും പോലെ നല്ല ഫുൾ A+ ഒക്കെ വാങ്ങി എല്ലാവരും നമ്മളെ അനുമോദിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാലോ, നല്ലൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാന സമയമാകുമ്പോൾ നമുക്ക് നല്ല കൂളായിട്ട് റിവൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം ടേബിളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനായി നമ്മളൊരു 6 മണിക്കെങ്കിലും എല്ലാവരും എഴുന്നേൽക്കണം. 6 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം 15 മിനിറ്റ് നമ്മൾ ബ്രഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6:15 മുതൽ 7:15 വരെയുള്ള ആ 1 മണിക്കൂർ സമയം നമുക്ക് നമ്മൾ തലേന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ചിലപ്പോൾ നമുക്ക് ആ ദിവസം ക്ലാസ്സിൽ ടീച്ചർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉത്തരം പറയാൻ പറ്റുമല്ലോ. സോ ആ സമയം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. മാത്രമല്ല, രാവിലെ എണീറ്റ് കുറച്ച് സമയങ്ങളിൽ പഠിക്കുന്നത് നല്ലൊരു ഹാബിറ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയം പഠിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ടൈം ടേബിളൊക്കെ നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് പോകും. പിന്നെയുള്ള സമയം നമ്മൾ സ്കൂളിലായിരിക്കും. തിരിച്ച് നമ്മൾ എത്തുമ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എപ്പോഴായാലും നമ്മളൊരു 6 മണി ആകുമ്പോഴേക്കും വീട്ടിലെത്തി ഫ്രഷായി ചായയൊക്കെ കുടി കഴിഞ്ഞ് പഠിക്കാനിരിക്കാനുള്ള സമയമാണ് അല്ലേ. ഒരു 6 മണിക്ക് നമ്മൾ പഠിക്കാനിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോട്ടണി പഠിക്കാം. ബോട്ടണി അന്നത്തെ ദിവസം ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, നോട്ട്സൊക്കെ ഒന്ന് വായിക്കുക, വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുവോളജി ഒരു 6:50 ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം 6:50 നമ്മൾ സുവോളജി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ. അത് കഴിഞ്ഞ് 7:45 മുതൽ 8:30 വരെ മാത്സാണ്. മാത്സിന് അന്നത്തെ ദിവസം നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രോബ്ലംസൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക. പിന്നെ നാളേക്ക് നമുക്ക് ഹോംവർക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും മാത്സിനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് ഒരു 8:30 ആകുമ്പോഴേക്കും മാത്സിൻ്റെ പരിപാടികളൊക്കെ തീർക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിന്നറിനുള്ള സമയമാണ്. നമുക്ക് ഫാമിലിയുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യമുള്ള ബ്രേക്കൊക്കെ എടുത്ത് കൃത്യം 9 മണിയാകുമ്പോൾ നമുക്ക് ഫിസിക്സ് പഠിക്കണം. ഫിസിക്സിനും ഇതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. പിറ്റേന്ന് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് കഴിഞ്ഞ് 9:50 മുതൽ 10:35 വരെയുള്ള സമയം നമ്മൾ കെമിസ്ട്രി പഠിക്കും. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഒക്കെ പഠിക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഹിന്ദിയോ നിങ്ങൾ മലയാളമാണെങ്കിൽ മലയാളമോ ഒക്കെ ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, ലാംഗ്വേജ് പഠിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് വായിച്ചു വിടാവുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോൾ നമുക്ക് എന്താ, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. അന്നത്തെ ഹോംവർക്കും ഒക്കെ ചെയ്ത് നമ്മൾ തീർത്തു, നല്ല സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം. അപ്പോൾ ഈ ടൈം ടേബിൾ കുറച്ച് ടൈറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കൂളായിട്ടിരുന്ന് പഠിക്കാമല്ലോ, ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.